മാത്രവുമല്ല മറ്റൊരു കാര്യമാണ് അള്ളാഹു നൽകിയ നിഅമത്തുകൾ ഇങ്ങനെ പറയുക എന്നത്. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ റബ്ബ് നിനക്ക് നൽകിയ നിഅമത്ത് അത് നീ എടുത്ത് പറയണം, അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഹസൻ ബിൻ അലി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഫീ തഫ്സീരി ഹാദിഹിൽ ആയ, ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഇദാ അസ്ബത ഖൈറൻ ഫഹദ്ദിസ് ഇഖ്വാനക, നിനക്ക് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടായാൽ അതിന്റെ സഹോദരങ്ങളോട് സുഹൃത്തുക്കളോടൊക്കെ അതിങ്ങനെ പറയണം. ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ആയത്തിന് ഇങ്ങനെയും കൂടി അർത്ഥമുണ്ട്. എന്താണത്? യറാ അസറുഹ അലൈഹി ബി മലാബിസിഹി വഫീ അക്ലിഹി വശുർബിഹി ഫലാ യകൂനു ഫീ മദ്ഖരിൽ ഫുഖറാ വല്ലാഹു ഖദ് അഅതാഹുൽ മാല വവസ്സ അലൈഹി ലാ തകൂനു മലാബിസ് വലാ മഅകൂല കൽ ഫുഖറാ. ഇങ്ങനെയും കൂടി അതിന് അർത്ഥമുണ്ട്. അല്ലാഹു തആല ഒരാൾക്ക് കുറെ സമ്പത്ത് നൽകി എങ്കിൽ ആ സമ്പത്ത്, അയാൾക്ക് നൽകിയ സമ്പത്തിന്റെ ആ അടയാളം അയാളിൽ കാണാം എന്ന്. അയാളുടെ ഭക്ഷണം, അയാളുടെ വസ്ത്രം, അയാളുടെ ജീവിത രീതി എല്ലാം അള്ളാഹു നൽകിയതെടുത്തുകൊണ്ട് അത് ഉപയോഗപ്പെടുത്താൻ കഴിയണം. ദരിദ്രനെ പോലെയുള്ള ഒരു വസ്ത്രം ധരിച്ച് ഒരു നയാ പൈസക്കില്ലാത്തവനെ പോലെ നടക്കാൻ പാടില്ല. ഉള്ളത് പ്രകടിപ്പിക്കണം. ഇബ്നു ബാസ് റഹിമഹുല്ലാഹയുടെ വാക്കാണ്. ഉള്ളത് പ്രകടിപ്പിച്ച് ധരിക്കണം, ഉള്ളത് പ്രകടിപ്പിച്ച് കഴിക്കണം, ഉള്ളത് പ്രകടിപ്പിച്ച് കുടിക്കണം. തൻ്റെ ജീവിതത്തിൽ ആ ഉള്ളതിൻ്റെ ഒരു അടയാളം അത് കണ്ടോട്ടെ, അത് പറയണം, അത് കാണണം. ഇതാണ് ഈ ആയത്തിന് ഇങ്ങനെയും കൂടി അർത്ഥമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ അടിവരായിട്ട് മനസ്സിലാക്കേണ്ടത്, സമ്പത്ത് എന്നത് നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. അത് അനുഭവിക്കുക കൂടി ചെയ്യണം എന്നതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ നോക്ക്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അന സയ്യിദു ഉൽദി ആദം, തനിക്ക് നൽകിയ ഒരു നിഅമത്ത് അതിങ്ങനെ എടുത്തു പറയുകയാണ് റസൂല്, ഞാൻ മനുഷ്യരുടെ നേതാവാണ്. അന സയ്യിദു ഉൽദി ആദം, മനുഷ്യ സന്തതികളുടെ നേതാവാണ് ഞാൻ. അല്ലാഹു നൽകിയ ഒരു നിഅമത്ത്. അവ്വലു ശാഫി വ അവ്വലു മുശഫ്ഫി, ഞാനാണ് പരലോകത്ത് വെച്ച് ആദ്യമായി ശഫാഅത്ത് ചെയ്യുന്ന ആൾ ഞാനാണ്. എന്റെ ശഫാഅത്താണ് ആദ്യമായി കൊണ്ട്, എന്റെ ശുപാർശയാണ്, എന്റെ റെക്കമെൻഡാണ് ആദ്യമായി കൊണ്ട് അല്ലാഹു തആല സ്വീകരിക്കുക. അത് മറ്റൊരാൾക്കും ഇല്ലാത്തൊരു നിയമത്താണ്. റസൂൽ ഇങ്ങനെ എടുത്ത് പറയാണത്. മാത്രവുമല്ല, അവ്വലു മൻ ഉദ്ഖിലൽ ജന്ന, ആദ്യമായി കൊണ്ട് സ്വർഗത്തിൽ കടക്കുന്നത് ഞാനാണ്. അത് മറ്റാർക്കും ഇല്ലാത്തൊരു നിയമത്താണ്. ഇങ്ങനെ തനിക്ക് ലഭിച്ച നിയമത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തിങ്ങനെ പറയാറുണ്ട്. യൂസുഫ് എന്നാല് ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാരോടും അത് പറഞ്ഞുകൂടാ, എല്ലാവരോടും അത് പറയരുത്. ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ഇദ് ഖാല യൂസുഫു ലി അബി, യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഒരു നിഅമത്ത് ഉണ്ടായി. എന്താണ് ആ നിഅമത്ത്? യാ അബതി ഇന്നി റഅയ്തു അഹദാസറ കൗകബൻ വശംസു വൽ ഖമറു വറഅയ്തുഹും ലി സജിദീൻ. ബാപ്പ, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ സ്വപ്നം ഇങ്ങനെയാണ്, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എനിക്ക് സുജൂദ് ചെയ്യുന്നു എന്നുള്ളൊരു സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. ഇത് യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. നമ്മൾ പറഞ്ഞു, നിഅമത്തുകൾ പറയണം, നിഅമത്തുകൾ അത് പബ്ലിസിറ്റി ചെയ്യണം, അത് തന്റെ ജീവിതത്തിൽ പബ്ലിസിറ്റി ചെയ്യണം, തന്റെ വാക്കിൽ കൂടി പബ്ലിസിറ്റി ചെയ്യണമെന്ന്. പക്ഷേ ഇവിടെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, എല്ലാരോടും അത് പറയരുത്, എല്ലാരോടും അത് പറയരുത്. തന്റെ മോനെ വിളിച്ചുകൊണ്ട്, യൂസുഫിനെ വിളിച്ച്, യൂസുഫ് അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, ലാ തഖ്സുസ് റുഇയാക, നിന്റെ ആ സ്വപ്നത്തിന്റെ കഥ നീ അലാ യഖ്വതിക, നിന്റെ സഹോദരങ്ങളോട് പറയരുത്. കാരണം ഈ സഹോദരങ്ങളുടെ അവരുടെ ജീവിതത്തിന്റെ ഉടനീളം യൂസുഫിനെ എങ്ങനെയുണ്ട് വഞ്ചിക്കാൻ, യൂസുഫിനെ എങ്ങനെയുണ്ട് തകർത്തിക്കളയാൻ, യൂസുഫിനെ എങ്ങനെയുണ്ട് ഇല്ലായ്മ ചെയ്യാൻ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് നടക്കുന്നവരായിരുന്നു, അസൂയാലുക്കളായിരുന്നവര്. ചരിത്രം നമുക്കറിയാം. അങ്ങനെ
യാക്കൂബ് നബി അലൈഹിസ്സലാം പറയാണ്, നിനക്കെതിരെ അവരെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചേക്കാം, അതുകൊണ്ട് അവരോട് പറയരുത് എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, നിഅമത്തുകൾ അള്ളാഹു നൽകുന്നതാണ്. ആ നിഅമത്തുകൾ നമ്മൾ പറയണം, ആ നിഅമത്തുകൾ നമ്മൾ പ്രകടിപ്പിക്കണം. പക്ഷെ എല്ലാവരോടും അത് പറയരുത്. നിഅമത്തും ബറക്കത്തും റഹ്മത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം.